അഞ്ജലിപ്പ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ പൂന്തോട്ടത്തിലെ ഒരു ഈവനിങ് കാഴ്ചകളാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയില്. അപ്പോൾ വൈകുന്നേരവും നമ്മള് ചെടികൾ ഇപ്പൊ നനച്ചു കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ രാവിലെയും ചെടികൾ നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പോഴത്തെ വെയിലെന്ന് പറയുന്നത് ഭയങ്കര അസഹനീയമാണ്. അപ്പൊ നമ്മൾ ചൂട് നമ്മുടെ മനുഷ്യന്മാർക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ചെടികളുടെ കാര്യം പറയേ വേണ്ട. ചൈനീസ് ബോൾ ചെടി പ്രത്യേകിച്ച് ഒരു കുറച്ച് വെയിൽ കാണുമ്പോഴേക്കും അത് വാടി തളർന്ന് നിൽക്കും കേട്ടോ. രാവിലെ വൈകുന്നേരം നനച്ചു കൊടുക്കുന്നതുകൊണ്ട് പകല് മുഴുവൻ ഇത് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്, വാടി പോകുന്നില്ല. അപ്പോൾ മുന്നേയൊക്കെ നമ്മൾ വൈകുന്നേരം മാത്രമായിരുന്നു നനയ്ക്കുള്ളൂ. ഇപ്പൊ നമ്മള് രാവിലെ ഒരു 7 മണിക്ക് മുന്നേ ചെടികളെല്ലാം നനച്ചു തീർക്കും. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം നമ്മുടെ ചെടികളെല്ലാം നനയ്ക്കും കേട്ടോ. ഇവിടെ ആദ്യം നനയ്ക്കുന്നത് നമ്മൾ ചൈനീസ് ബോൾ ചെടികളാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഇപ്പൊ 5 മണിക്ക് ശേഷം ചെടികളെ നനയ്ക്കാനിറങ്ങിയപ്പോഴത്തേക്കും ഞാനും പപ്പയും കൂടിയാണ് നനച്ചു കൊടുക്കുന്നത്. അപ്പൊ ചെറിയൊരു വീഡിയോ എടുക്കാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ എന്തായാലും വെള്ളത്തിന് ക്ഷാമമില്ല കേട്ടോ. അതുകൊണ്ട് ചെടികൾക്കൊക്കെ സുഖമാണ്, നമുക്ക് നനച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് കുഴപ്പമില്ല. കാരണം നമ്മൾ ഒരു ഓലിന്നാണ് ഓസ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിണറുകളല്ല കേട്ടോ. അപ്പോൾ നാട്ടിലേക്കൊക്കെ പോയാൽ കൂടുതലും ഓരോ വീടിനും സ്വന്തമായിട്ടൊരു കിണറുണ്ടാവും. നമ്മൾ അങ്ങനെയല്ല, ഓലിന്ന്, അതായത് ഈ ഉറവയുള്ള കുഴികളിൽ നിന്നൊക്കെ ആണ് നമ്മൾ ഓസ് നമ്മുടെ വീട്ടിലേക്ക് ഇടുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ വെള്ളം കിട്ടും കേട്ടോ. വേനൽക്കാലം ആയാലും നമ്മുടെ ഓലി വറ്റാറില്ല, നല്ല ഉറവയുള്ള ഓലിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഏലത്തിന് നനയ്ക്കാനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ധാരാളം വെള്ളം ലഭ്യത ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രശ്നം നമ്മുടെ ഇവിടെ ഇല്ല. അപ്പോൾ നിങ്ങളുടെ ഇവിടെയൊക്കെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടോ ഈ വേനൽ സമയത്ത്? അതുപോലെ ചെടികളെയൊക്കെ നിങ്ങൾ ഈ വെയിൽ സമയത്ത് എങ്ങനെയാണ് പരിചരിക്കുന്നത്? ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കമന്റ് ചെയ്യണേ. കാരണം എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട് ഈ ഒരു സമയത്ത് അവരുടെ വീട്ടിൽ നമ്മൾ